ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി മയോണീസ് ചിക്കനാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ മയോണീസ് ഇഷ്ടമായിരിക്കും. അപ്പോൾ വെറൈറ്റി ആയിട്ട് മയോണീസ് ചേർത്തിട്ടൊരു ചിക്കൻ എങ്ങനെ റെഡിയാക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാർട്ടികളിലൊക്കെ ഉണ്ടാകുന്നൊരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. സൺഫ്ലവർ ഓയിൽ തന്നെ വേണം കേട്ടോ, വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. കറിവേപ്പില ഇട്ടതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ഉണ്ട്. പച്ചമുളക് കുറച്ച് കൂടുതലെടുക്കാം, കാരണം നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. അതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1/2 കിലോ ചിക്കനിലാണ് ചെയ്യുന്നത്. അപ്പോൾ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. കഴിയുന്നതും ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക. ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുക, കാരണം സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ അടച്ച് വെച്ചിട്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും. നന്നായി വഴന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ, ഏകദേശം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ സോയ സോസും ഒഴിച്ചു കൊടുത്തു. ഇത് നിർബന്ധമായിട്ടും വേണം, എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല, അതുകൊണ്ടാണ് കുരുമുളക് 2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1/2 കിലോ ചിക്കൻ കഴുകി വെള്ളം വാർത്ത് വെച്ചിരുന്നതാണ്, അത് ഇട്ട് കൊടുത്തു. ഒട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കുമ്പോൾ ചിക്കൻ അതിൽ കിടന്ന് തന്നെ റെഡി ആയിക്കോളും. ഇനി വേറെ മസാലപ്പൊടികളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ഇത്രേ തന്നെ ഉള്ളൂ. കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത്രയേ ഉള്ളൂ. ഇനി ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചാൽ ഇതാ കണ്ടോ, വെള്ളം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഗ്രേവി വേണ്ട. ഒരു 10 മിനിറ്റ് സമയം ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വേവും ലോ ഫ്ലെയിമിൽ. നമുക്ക് ഈ ഗ്രേവി ഇത്രയും ആവശ്യമില്ല, കാരണം നമ്മൾ വൈറ്റ് സോസ് മയോണൈസും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഗ്രേവി ആയിപ്പോവും. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുത്തു ഞാൻ. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഉള്ളത്. ഇനി നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം മയോണൈസ് ഒഴിച്ചു കൊടുക്കുക. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കരുത്. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ 1 മുട്ട വെച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ മയോണൈസ് ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇത് കൂടുതൽ പണികളൊന്നുമില്ല. നന്നായി ചൂടാറിയതിന് ശേഷം മയോണൈസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ 2 മുട്ട വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ 1 മുട്ട വെച്ചിട്ടാണ് ചെയ്തത്. ശരിക്കും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. നമ്മൾ സാധാരണ നെയ്ച്ചോറിൻ്റെ കൂടെയൊന്നും അങ്ങനെ മന്തിക്കൊക്കെയാണല്ലോ മയോണൈസ് കഴിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു വിധത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. ഇപ്പോൾ പാർട്ടികളിലൊക്കെ മിക്കവാറും ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ പൂരിയുടെ കൂടെ, പൊറോട്ടയ്ക്കൊക്കെ കൂടുതൽ കഴിക്കാൻ വേണ്ടി കണ്ടിട്ടുള്ളത് ഈ ഒരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്